നമസ്കാരം. ജ്യോതിഷത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ ഋഷിപ്രോക്തം ചാനലിലൂടെ ഇന്ന് ഞാൻ പറയുന്നത് ധനുരാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ ജാതകമാണ്. ഗ്രഹങ്ങളുടെ ഗതിയും കാലത്തിന്റെ ചക്രവും ചേർന്നാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ധനുരാശിക്കാരുടെ 2026, 2027, 2028 വർഷങ്ങളുടെ സമ്പൂർണ്ണ നക്ഷത്ര അവലോകനമാണ് ചെയ്യുന്നത്. രാഹുകേതുക്കൾ, ശനി, വ്യാഴം എന്നീ 4 ഗ്രഹങ്ങളെ പ്രധാനമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 3 വർഷങ്ങളിലെ സമ്പൂർണ്ണ ഫലത്തെ പറയുന്നത്. നമുക്ക് ധനുരാശിക്കാരുടെ പൊതു സ്വഭാവവും അവർ ഈ വർഷങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ മൂലം അവർ ശ്രദ്ധിക്കേണ്ട ജീവിത വിജയത്തിനായി കൈക്കൊള്ളേണ്ട കാര്യങ്ങളും ആദ്യം ഒന്ന് പറഞ്ഞു പോകാം. ധനുരാശിക്കാർ പൊതുവെ ഉത്സാഹവും ആത്മവിശ്വാസവും നിറഞ്ഞവരാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തൽപരരായിരിക്കും ഇവർ. യാത്രകളോട് അമിതം ഇഷ്ടമുള്ളവരായിരിക്കും. സ്വാതന്ത്ര്യം ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഇവർക്ക്. എന്നാൽ ചില ദോഷങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അക്ഷമയാണ് ഇവരുടെ ഏറ്റവും പ്രധാന ശത്രു. പെട്ടെന്ന് ദേഷ്യം വരിക, ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ ഇവരുടെ ന്യൂനതയാണ്. ഇവർക്ക് ധൈര്യവും ബുദ്ധിയും ഒരുമിച്ചാൽ വൻ വിജയം നേടാൻ സാധിക്കുന്നതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണിനം മനോരഥൈ. പരിശ്രമം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്, സ്വപ്നങ്ങൾ കൊണ്ട് മാത്രമല്ല. ഗുണഫലങ്ങളെയും അറിഞ്ഞ് അതേപോലെ തന്നെ സ്വഭാവത്തിലെ ന്യൂനതകളെയും അറിഞ്ഞുകൊണ്ട് അതിന് മാറ്റം വരുത്തി നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുക. നമുക്ക് ധനുക്കൂറുകാർക്ക് 2026, 2027, 2028 വർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് സമ്പൂർണ്ണമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറുകയാണ്. വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അതുവരെ സുവർണ കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. വ്യാഴം ഇപ്പോൾ നിലവിൽ 7-ാം ഭാവത്തിലാണ്. അത് ജൂൺ 2-ാം തീയതി 2026 അഷ്ടമത്തിലേക്ക് പോവുകയാണ്, മറഞ്ഞു പോവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഹു ഇപ്പോൾ 3-ാം ഭാവത്തിലാണ്. വ്യാഴത്തിന്റെ 7-ലെ സ്ഥിതിയും രാഹുവിന്റെ 3-ലെ സ്ഥിതിയും നേട്ടങ്ങൾ ഉറപ്പായിട്ടും നൽകുന്നതാണ്. വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നതുമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്, ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ വിവാഹത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വസ്തു വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തമ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ജൂൺ 2-ന് മുമ്പ് ചെയ്യേണ്ടതാണ്. ജൂൺ 2-ാം തീയതി വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് പിന്നീട് വരുന്നത്. വ്യാഴം 8-ാം ഭാവത്തിലാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. നവംബർ മാസം മുതൽ വീണ്ടും ഭാഗ്യം തെളിയുന്നതാണ്. അതായത് ജൂൺ 2 മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. നവംബർ മുതൽ വീണ്ടും അനുകൂല കാലഘട്ടമാണ്. വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ യാത്ര. അതുകൊണ്ട് തന്നെ നവംബർ മുതൽ വീണ്ടും ഭാഗ്യം തെളിയും. ഇനി നമുക്ക് 2027 ധനുക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2027 ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാനസിക സമ്മർദ്ദവും ഉണ്ടാകാം. 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 25 വരെ വ്യാഴം ചിങ്ങം രാശിയിലാണ്. പിന്നീട് കർക്കിടകൻ രാശിയിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. അതായത് 2027 ജനുവരി 25 മുതൽ ജൂൺ 26 വരെ 2027 വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്, ശ്രദ്ധിക്കേണ്ട കാലമാണ്. എന്നാൽ 2027 അതായത് ജനുവരി 25-ന് ശേഷമുള്ള ആദ്യ പകുതി പരീക്ഷണങ്ങളുടെ കാലമാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ജൂൺ മാസത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ധനുക്കൂറുകാർക്ക് ഉണ്ടാകുകയാണ്. ശനി രാശി മാറുകയാണ്. കണ്ടകശനിയിൽ നിന്ന് 5-ലേക്ക് മാറുകയാണ്. അല്പം ആശ്വാസത്തോടുകൂടി ശനി ഫലം ചെയ്യുന്നതാണ്. വ്യാഴം വീണ്ടും 9-ലേക്ക് എത്തുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതോടുകൂടി നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഏകദേശം രാഹുകേതുക്കളും വ്യാഴവും ശനിയും എല്ലാം 2027 ജൂൺ മുതൽ അനുകൂലത്തിലേക്ക് ആകുകയാണ്. അതുകൊണ്ട് തന്നെ 2027 ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ് ധനുക്കൂറുകാർക്ക് ഗോൾഡൻ പീരീഡ്, സുവർണ കാലഘട്ടം എന്ന് പറയേണ്ടത്. തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും ലാഭം വർദ്ധിക്കും, വിദേശ യോഗം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹം
തുടങ്ങിയ മംഗളകർമ്മങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2028 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാർക്ക് 2028 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം ജീവിതത്തിലെ മികച്ച സമയമായി കരുതണം. അതുമൂലം ആ സമയത്ത് പ്രമോഷൻ, എല്ലാ കാര്യത്തിലും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുക, ധനലാഭം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. എത്ര യോഗേശ്വരോ കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധരഃ എന്നാണ്. ദൈവാനുഗ്രഹവും പരിശ്രമവും ഒന്നിച്ചുണ്ടായാൽ ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ്. 2028 ജൂൺ മാസത്തിന് ശേഷം സമ്മിശ്ര ഫലമായിരിക്കും അനുഭവത്തിലെത്തുക. രാഹുവിന്റെ സ്ഥിതി മൂലം മനസ്സിൽ ആശങ്കകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ശാന്തത പാലിക്കേണ്ടതാണ്. പരിഹാരമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ആഞ്ജനേയം അതിപാടലാനനം, ഹനുമാൻ സ്വാമിയെ നിത്യം വിളിക്കുക. ഹനുമാൻ ചാലിസയൊക്കെ നിത്യം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഓം ബ്രം ബൃഹസ്പതേ നമ എന്ന മന്ത്രവും നിത്യം ജപിക്കുക. സർപ്പങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. ചുരുക്കത്തിൽ ധനുക്കൂറുകാരുടെ 3 വർഷം എങ്ങനെയുണ്ടായിരിക്കും എന്ന് ഒന്ന് പറഞ്ഞു പോകാം. 2026 ജനുവരി ആദ്യ പകുതി മികച്ച വർഷമായിരുന്നെങ്കിൽ രണ്ടാം പകുതി സാമാന്യ ഉയർച്ചയുടെ കാലഘട്ടമാണ്. എന്നാൽ ചില പരീക്ഷണങ്ങളും ആ സമയത്തുണ്ടാകാം. 2028 ആദ്യത്തെ പകുതി വളരെ മികച്ചതാണ്, സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം. രണ്ടാം പകുതിയിലും വിജയങ്ങളുടെ കാലമാണ്, എന്നാൽ പരീക്ഷണങ്ങളുടെയും ഒരുപോലെ കാലഘട്ടമാണ്. വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കത്തോടെ പരിശ്രമത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ഈ 3 വർഷങ്ങളിൽ ധനുക്കൂറുകാർക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. ഈ 3 വർഷങ്ങളിൽ ധനുക്കൂറുകാരുടെ ജീവിതം തന്നെ മാറി മറിയാം. നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനി വരുന്ന വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. ജ്യോതിഷം എന്ന മഹാസാഗരത്തിലെ ചെറിയൊരു തിരമാല മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അത്തരം അത്ഭുതങ്ങൾ നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.